ഈ ലോറി കിട്ടുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ അങ്ങനെ നടക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ആക്ഷൻ കമ്മിറ്റി ആയിട്ട് എൻ്റെ അളിയൻ്റെ കച്ചറയാണ്. കാരണം അവരെ ഇടപെടൽ കാരണം ആ ഒരു ട്രെഡ്ജർ അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു സന്ദർഭം വരാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലുള്ള ആൾക്കാർ അറിയാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ട്രെഡ്ജർ എത്തിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇവിടെ പോയി ആൾക്കാരുടെ മനസ്സിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ വിറ്റിരിക്കും. ഞങ്ങൾ ഇത് പറയേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഇത് നിർത്തുന്നില്ല, ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനൊരു മീഡിയ വഴി പുറത്ത് വിട്ടാൽ. അല്ല, മീഡിയ ഞങ്ങൾക്ക് ഇതിൽ വിവാദത്തിൻ്റെ അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭാരം ഒഴിച്ചു വെക്കുക, ഞങ്ങളെ കാര്യം അറിയിക്കുക. ഇനി ഇതിന്റെ മുകളിൽ കമന്റ് ഇടണ്ടവരോ വിമർശിക്കേണ്ടവരോ എല്ലാവരും വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഒന്നും പറയാൻ നമുക്ക് കിട്ടിയില്ല. അതെ, വിമർശിച്ചോളൂ, എല്ലാവരും വിമർശിച്ചോളൂ. പക്ഷെ ഞങ്ങളിപ്പം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അതെ. ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും, കാരണം ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ലോറി ഉടമകൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംവിധാനം വിചാരിച്ചിട്ടോ കാര്യമില്ല, എല്ലാവരും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ മീഡിയനെ കാണുന്നുണ്ട്. ഇനി മീഡിയനെ അങ്ങനെയല്ല, ഇനി നമുക്ക് ഞങ്ങളെല്ലാം സാധാരണ ജീവിതത്തിൽ ആവശ്യമില്ല. അത് നിലനിൽക്കുന്നുണ്ടോ, റണ്ണിങ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇനി ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളതിലൊരു അവരോട് പറയാനുള്ളത്, നമുക്ക് അർജുനെ ലഭിക്കുകയായിരുന്നു ആത്യന്തികമായ കർത്തവ്യം. അത് നമുക്ക് ലഭിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി അങ്ങനെ ഒരു ഇടപെടൽ ഇല്ല എന്നാണ്. ഇനി ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തി വെച്ചിട്ട് നമ്മളെല്ലാം സാധാരണ പോലെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള എല്ലാ സംവിധാനവും നിങ്ങൾ ഒരുക്കി തരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ എല്ലാവരും ഇടപെടലുണ്ട്, പക്ഷെ അനാവശ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ വ്യക്തമായ സാങ്കേതിക കാരണം ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എന്താ ട്രെഡ്ജർ എത്തില്ല, വ്യക്തമായിട്ടുള്ള കാരണം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു സംവിധാനത്തിന് എത്ര വരെ നമുക്ക് തള്ളി പറയാൻ പറ്റും? അവർ ശ്രമിച്ചു, പക്ഷെ നമ്മൾ ആ ശ്രമത്തിന് കാരണം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അത് ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന രാഘവേട്ടനാണെങ്കിലും ഈ പറയുന്ന AK ആണെങ്കിലും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇതിന് സിദ്ധരാമയ്യ ഉറപ്പ് തന്നു. അതിലപ്പുറം ഇനി എനിക്ക് ഉറപ്പ് തന്നു, കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഞാനായിരുന്നു പോയിരുന്നത്. അത് എനിക്ക് തന്ന ഉറപ്പ് എന്ന് വെച്ചാൽ ട്രെഡ്ജർ കൊണ്ടുവരും, തിരച്ചിൽ ആരംഭിക്കും, അർജുനെ എടുക്കും എന്നുള്ള ഉറപ്പാണ് തന്നത്. ഇല്ലല്ല, ആരും ഉണ്ടായിരുന്നില്ല. കേരള മുഖ്യമന്ത്രി, അതുപോലെ കർണാടക മുഖ്യമന്ത്രി കുടുംബം, രാഘവേട്ടനെ പോലുള്ള ജനപ്രതിനിധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പുറത്തുനിന്ന് വേറെ ആരും ഇല്ല, ആരില്ല, പുറത്തുനിന്നുള്ള ഒരാളുണ്ടായിരുന്നില്ല. യാതൊരു ബന്ധവും. പക്ഷേ ഈ വീടൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ട്രെഡ്ജർ ഞാൻ എത്തിച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് എല്ലാ ഇന്റർവ്യൂവും കാര്യങ്ങളും. അത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാം, ഭയങ്കര ഫേക്ക്. അല്ല, ഈ ഒരു വൈകാരിക തലത്തിൽ അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം രംഗത്ത് വരുന്ന, കാരണം ഞങ്ങൾ അവിടെ ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല. കുടുംബമാണെങ്കിലും ഞങ്ങൾ ആ സമയം എന്ന് പറഞ്ഞാൽ അത്രയും വൈകാരികമായിട്ടുള്ളൊരു സമയത്തൂടെയാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സംസാരിച്ചു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കരഞ്ഞു. ഇത് നമ്മൾ പിന്നെ അവിടുത്തെ അതാ ഞാൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ ഉചിതമായ ഒരു തീരുമാനം. ഞങ്ങൾ ആ സമയത്ത് മയക്കം കൊണ്ട് ആരും വന്നില്ല. പിന്നെ വരുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പോയി. പക്ഷേ അങ്ങനെയല്ല, അതാണ് മാധ്യമങ്ങൾ കൂടെ പിന്നെ ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അർജുനെ ഇവിടെ കിടത്തിയപ്പം എല്ലാ മാധ്യമപ്രവർത്തകരും വന്ന് പുഷ്പാർച്ചന നടത്തിയൊരു വികാരം വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞങ്ങളിപ്പോഴും പറയാറുണ്ട്, മാധ്യമപ്രവർത്തനമല്ല, അതിനുപരി അർജുൻ്റെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നത്. ഞങ്ങൾ വളരെ നന്ദി കടപ്പാട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പക്ഷേ ഒരു പക്ഷേ അല്ല, ഞങ്ങൾ അവസാനം മീഡിയനെ കാണുന്നതാണ്. ഞങ്ങളെ കാര്യങ്ങൾ ശേഷം വന്നിട്ടില്ല, ഞങ്ങൾ നിർത്തിയൊരു കാര്യമാണ്. പക്ഷെ ഒരാളെ എത്ര ബന്ധപ്പെട്ടിട്ടും മിണ്ടുന്നില്ല, തിരിക്കുന്നില്ല. കാരണം അവരതിനനുസരിച്ച് പൊക്കുക. എന്തായാലും ഞങ്ങളെ നെഞ്ചത്ത് കയറി പോവുക. അവരെ കുടുംബക്കാർ പോയി നോക്കി, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത്, പക്ഷെ ഒന്നും ഫലം കാണാതെ ആകുമ്പോഴാണ് ഇന്നും എത്ര വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് യൂട്യൂബിൽ മനസ്സിലാവും. എത്ര വീഡിയോസാണ് നമുക്കുള്ള യൂട്യൂബ്സിൽ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്. ഓക്കെ.
ഇല്ല അത് നമുക്കറിയാം. അതില്ല, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. വേണ്ടിയിട്ടല്ല പൈസ ചോദിക്കുന്നത്, ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പൈസ കളക്ട് ചെയ്ത് നിൽക്കില്ല. പല ആൾക്കാർ ഇവർക്ക് കൊടുക്കുകയാണ്. മനാഫ്ക നിർബന്ധിച്ചിട്ടായിരിക്കില്ല, അയാൾ നിർബന്ധിച്ചിട്ട് പൈസ മേടിക്കുന്നതായിരിക്കില്ല. അവിടെ നിൽക്കുന്ന ചില അങ്ങനെയല്ല, ഈ അർജുൻ്റെ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും കൊടുക്കുന്നുണ്ടാവും. അതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അർജുൻ്റെ മോനൊരു ഫണ്ട് ഉണ്ട്, കുറച്ച് കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ മോനെ മേനിൽ ഡെപ്പോസിറ്റ് ഇടാം എന്ന് എന്നോട് പറയാൻ കാരണം അതായിരിക്കാം. അദ്ദേഹം മനഃപൂർവ്വം മേടിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.